ഹായ് ഹലോ ഓൾ, HB സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് സെമസ്റ്റർ ഫിസിക്സിൻ്റെ 4ാമത് യൂണിറ്റായ വേവ്സ്, അതിലെ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്സ് ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് എന്താണ് ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്, അതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണ്, ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യും വ്യക്തമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ മുഴുവൻ കാണുക. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ എന്താണ് ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്? അതിൻ്റെ ആദ്യം പ്രോപ്പർട്ടീസ് പറയാം. ഫസ്റ്റ് പ്രോപ്പർട്ടി, a plane progressive wave is one which travels through the medium in a given direction without attenuation. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു വേവ് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ വേവ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഒറ്റ ഡയറക്ഷനിൽ മാത്രം എന്ത് ചെയ്യും, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. വിത്തൗട്ട് എനി അറ്റന്വേഷൻ, ഒരു മാറ്റവും സംഭവിക്കാതെ, ഡയറക്ഷൻ ഒരു ചേഞ്ച് ഉണ്ടാവാതെ. അതായത് ഇപ്പൊ ഇവിടുന്നാണ് ആ വേവ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. സപ്പോസ് ഇതാണ് ആ വേവ് എന്ന് വിചാരിക്കുക. ഞാനിങ്ങനെ വരയ്ക്കുക, ഒരു ആക്സസ് വരയ്ക്കുക. ഈ വേവ് തുടങ്ങിയാൽ കറക്റ്റ് ഒരുപോലത്തെ, ഞാൻ ഈ വരയ്ക്കുമ്പോൾ പോലും അത് അങ്ങനെ അറിയാൻ പറ്റത്തില്ല. അത്രയും ഐഡന്റിക്കൽ ആയിട്ടുള്ള വേവ്സ് ഒരേ ഡയറക്ഷനിൽ നല്ല പർട്ടിക്കുലർ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ്, ഇതും കറക്റ്റ് എന്തല്ല, ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്. കാരണം മാത്തമെറ്റിക്കലി ഭയങ്കര ഐഡന്റിറ്റിക്കലാണ്, അതായത് ഐഡിയൽ ആണ്. മാത്തമെറ്റിക്കലി പറയുവാണെങ്കിൽ ദീസ് പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്സ് ആർ ഐഡിയൽ. അങ്ങനെ ഒരു വേവ് ആക്ച്വലി നമുക്ക് ഉണ്ടാവുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ഇൻ ഡെയിലി ലൈഫിൽ ഉണ്ടാവുമോ എന്ന് പറയാൻ പോലും നമുക്ക് ടഫാണ്. സോ അത്രയ്ക്കും ഐഡന്റിക്കൽ ആയിരിക്കും അത്. കണ്ടോ, ഇവിടെ കണ്ടോ, ഇത് ഈ വരച്ചിരിക്കുന്നതും തെറ്റാ, ഒരുപോലെ ആയിരിക്കണം. ഇത് തന്നെയാണ് എല്ലായിടത്തും വരേണ്ടത്. ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത്തരം വേവ് ആണ് എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ, എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് വിച്ച് ട്രാവൽസ് എങ്ങനെ, ത്രൂ ദ മീഡിയം ഇൻ എ ഗിവൺ ഡയറക്ഷൻ, ഒരൊറ്റ ഡയറക്ഷനിലേ പോകത്തുള്ളൂ, എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് വരത്തില്ല, വിത്തൗട്ട് അറ്റന്വേഷൻ, യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ എന്ത് ചെയ്യും, അത് ട്രാവൽ ചെയ്യും. ഇത്ര ഓക്കെ അല്ലേ? അടുത്തിലേക്ക് പോവാം. നെക്സ്റ്റ് പോയിന്റ്, ഇത് പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ആവുമ്പോൾ ട്രാൻസ്വേഴ്സും ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കും, ലോഞ്ചിറ്റ്യൂഡിനലും ആവാം. അങ്ങനെ നമുക്ക് നിർബന്ധം പറയാൻ പറ്റത്തില്ല. എല്ലാ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്സും ട്രാൻസ്വേഴ്സ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എല്ലാവരും ലോഞ്ചിറ്റ്യൂഡിലാണെന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടും ആയിരിക്കും, ട്രാൻസ്വേഴ്സും ആയിരിക്കാം, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിലായിരിക്കാം. ഇനി മൂന്നാമത് പോയിന്റ് പറയാനുള്ളത്, there exists a successive phase difference between any two successive particles. Of the medium. അടുത്ത പറഞ്ഞ പോയിന്റ് എന്താ, രണ്ട് സക്സസീവ് പാർട്ടിക്കിൾസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് തമ്മിൽ എന്ത് കാണും, ഒരു സക്സസീവ് ആയിട്ടുള്ള ഒരു ഫേസ് ഡിഫറൻസ് കാണും. അവർക്ക് എന്ത് കാണും, ഒരു ഫേസ് ഡിഫറൻസ് കാണും. അപ്പൊ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്സിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എന്തിനെ പറ്റി മെൻഷൻ ചെയ്യേണ്ടി വരും, ഒരു ഫേസ് ഡിഫറൻസ്. അതിലുള്ള രണ്ട് സക്സസീവ് പാർട്ടിക്കിൾസ് തമ്മിൽ എന്ത് കാണും, ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആൾറെഡി ഞാൻ പറഞ്ഞാണ്, ഞാൻ ഒന്നുകൂടെ പറയുന്നു. ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് മസ്റ്റ് ബി കോൺസ്റ്റന്റ്. അതായത് ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് വരയ്ക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കേണ്ടി വരും, ആ വേവ് ഐഡന്റിക്കൽ ആയിട്ട് വരയ്ക്കേണ്ടി വരും. അതായത്
ഇത്രയും ആംപ്ലിറ്റ്യൂഡ് നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതും അതുപോലെ തന്നെ വരയ്ക്കേണ്ടി വരും. അടുത്തതും അതുപോലെ തന്നെ വരയ്ക്കേണ്ടി വരും. അടുത്തതും അതുപോലെ തന്നെ വരയ്ക്കേണ്ടി വരും. കണ്ടോ, ഈ ഞാൻ വരയ്ക്കുന്നത് പോലും കറക്റ്റ് അല്ല. അതായത് ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പ്ലെയിൻ പ്രോഗ്രസീവ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് മസ്റ്റ് ബി കോൺസ്റ്റന്റ്. അടുത്ത പോയിന്റിലേക്ക് പോകാം. അപ്പോൾ ഈ ഫസ്റ്റ് സ്ലൈഡിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ എക്സാം വളരെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അത് ട്രാൻസ്വേഴ്സും ആയിരിക്കാം, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനലും ആയിരിക്കാം. വായിച്ചു പിടിക്കാൻ പറ്റത്തില്ല. ഇനി അവർ തമ്മിൽ എന്തായിരിക്കും? രണ്ട് പാർട്ടിക്കിൾ തമ്മിൽ ഒരു സക്സസീവ് ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. രണ്ട് പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ ആ രണ്ട് പാർട്ടിക്കിളിനിടയിൽ എന്ത് കാണും? ഒരു സക്സസീവ് ഫേസ് ഡിഫറൻസ് കാണും. ഇനി അടുത്ത പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. ഇറ്റ് മസ്റ്റ് ബി എ കോൺസ്റ്റന്റ് വാല്യൂ. എന്ത് കോൺസ്റ്റന്റ്? സോറി, ആംപ്ലിറ്റ്യൂഡ് മസ്റ്റ് ബി കോൺസ്റ്റന്റ്. ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും എങ്ങനെയായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും കാര്യം മനസ്സിലാക്കണം. അടുത്ത പോയിന്റിലേക്ക് പോവാം. പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. അടുത്ത് പറയേണ്ട പ്ലെയിൻ പ്രോഗ്രസീവ് വേവിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലെയിൻ വേവ്. ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതൊരു പ്ലെയിൻ വേവ് ആയിരിക്കും. ഞാൻ ഇപ്പൊ വരച്ചപ്പോൾ തന്നെ കണ്ടില്ലേ? ഇത് കണ്ടാലേ മനസ്സിലാവും ഇതൊരു പ്ലെയിൻ അല്ലേ? പ്ലെയിൻ വേവ് അല്ലേ ഇത്? യെസ്. സോ ഇറ്റ്സ് എ പ്ലെയിൻ വേവ്. ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ പ്ലെയിൻ വേവ്. ഇറ്റ് ഈസ് എ പ്ലെയിൻ വേവ്. അടുത്ത പോയിന്റ്, ദ ഡിസ്റ്റർബൻസ്. ഇവിടെ ഉണ്ടായ ഡിസ്റ്റർബൻസ് ആദ്യം പറഞ്ഞു. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞാൽ എന്താ? എല്ലാ വേവ്സും എന്താണ്? ഒരു ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ ഇവിടെ ഉണ്ടായത് എന്ത് തന്നെ ആയിരിക്കും? ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഡിസ്റ്റർബൻസ് ഈസ് സൈനുസോയിഡൽ. അതൊരു സിനുസോയിഡൽ ആയിരിക്കും. സിനുസോയിഡൽ ആൻഡ് കണ്ടിന്യൂസ് ഫോർ എവർ. കണ്ടിന്യൂസ് ഫോർ എവർ. ഇത് ഈ ഒരു പോയിന്റ് ഞാൻ അടുത്ത നിങ്ങൾക്ക് ഇതിന്റെ ജനറൽ ഇക്വേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇതൊരു സിനുസോയിഡൽ വേവ് ആണ്. ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. പീരിയോഡിക് ആകുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ അത് നമ്മൾ എന്ത് തന്നെ പറയണം? ഒന്നുകിൽ അതിനെ സൈൻ ടേമിൽ പറയണം, അല്ലെങ്കിൽ കോസ് ടേമിൽ പറയണം. നമ്മൾ ഒന്നുകിൽ അത് സൈനിൽ പറയണം, അല്ലെങ്കിൽ കോസ് ടേം ഒക്കെ ആയിരിക്കും. സൈനിന്റെയോ കോസിന്റെയോ ഒക്കെ ഫംഗ്ഷൻസ് ആയിരിക്കും. കാരണം എന്താ? ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത്രയുമാണ് ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്സിന്റെ പ്രോപ്പർട്ടീസ്. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? മെൻഷൻ ചെയ്തിരിക്കണം. അതല്ലാതെ ഡെറിവേഷൻ മാത്രം കാണാതെ പഠിച്ചിട്ട് പോകരുത്. ആദ്യം എന്താണ് ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് എന്നുള്ളത് ഒരു പൂർണ്ണമായ ധാരണ നിങ്ങൾ ഉണ്ടാക്കി എടുത്തിരിക്കണം. ഇത്ര എന്തായിരിക്കണം? ഇത്രയും നിങ്ങൾ പക്കയാക്കി വച്ചിരിക്കണം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? ജനറൽ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ പ്രോഗ്രസീവ് വേവിലേക്ക് പോവാം. ഓക്കെ, ശരി. ഞാനൊരു വേവ് വരയ്ക്കാൻ വേണ്ടി പോവാണേ. ഞാൻ വരയ്ക്കുന്ന വേവ് ഉറപ്പായിട്ടും കണ്ടാൽ നമുക്ക് പ്ലെയിൻ പ്രോഗ്രസീവ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ ഒരു വേവ് നമുക്ക് വരയ്ക്കാൻ പോലും ടഫാ. സോ ഞാനൊരു വേവ് വരയ്ക്കുക. ഞാൻ അതിനെ വേറെ കളറിൽ വരയ്ക്കാം. ലൈക്ക് ദിസ്. ഇപ്പൊ നിങ്ങൾ തന്നെ പറയും, അല്പം നേരത്തെ സാറ് തന്നെ പറഞ്ഞില്ലേ ഈ വേവിന്റെ എല്ലാ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതെന്തായി കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കാം. പക്ഷെ വരയ്ക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട്. ഇത് ആക്ച്വലി നിങ്ങൾ അങ്ങനെ അസ്യൂം ചെയ്യുക, എല്ലാത്തിന്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണെന്ന് അസ്യൂം ചെയ്യുക. വേറെ നിവർത്തിയില്ല. ഓക്കെ, നോക്കാം. ഇതൊരു വേവ് ആണ്. കൺസിഡർ എ വേവ്. ഇതിനെ ഓരോ ടേം അടയാളപ്പെടുത്താം. കൺസിഡർ എ വേവ് originating from a point O. ഒരു O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. വിച്ച് മീൻസ് ഇവിടെ നിന്നാണ് എന്ത് ഒറിജിനേറ്റ് ചെയ്തത്? ഈ വേവ് ഒറിജിനേറ്റ് ചെയ്തത്. ഓക്കെ അല്ലേ? ആൻഡ് ട്രാവൽസ് to the right. Travels to the right along the x-axis with a velocity v. With a velocity v. And the equation of motion
the equation of motion at O. ഈ O എന്ന് പറയുന്ന പോയിന്റിലുള്ള ഈ പാർട്ടിക്കിളിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ഞാൻ എഴുതിയാൽ അതെന്തായിരിക്കും? The displacement is equal to y is equal to a sin omega t ആയിരിക്കും. a sin omega t ആയിരിക്കും. ഇതെന്ത് പാട്? ഇതുവരെ സൈനിന്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങൾ? എ വന്നു, സൈന് വന്നു, ഒമേഗ വന്നു, ടി വന്നു. കാണുന്ന എല്ലാവർക്കും സംശയം വരും. ഞാൻ അല്പം നേരത്തെ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഈ വേവ് കാണുമ്പോഴേ മനസ്സിലാവും ഇതൊരു സിനുസോയിഡൽ വേവ് ആണ്. ഇങ്ങനത്തെ ഒരു ഇതൊരു പീരിയോഡിക് വേവ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഇറ്റ്സ് ഓൾസോ എ പീരിയോഡിക് വേവ്. അപ്പൊ എന്തിന്റെ ഫംഗ്ഷൻ ആയിരിക്കും? സ്വാഭാവികമായിട്ടും ഇതൊരു സൈനിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എങ്ങനെ എഴുതാം? എ സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. ഒരു സൈൻ ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. ഇനി എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. വേർ y is the displacement at a time t. Displacement at a time t. അടുത്തുള്ള ആരാ? എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്. ഇനി വാട്ട് ഈസ് ഒമേഗ? ആംഗുലർ ഫ്രീക്വൻസി. Angular frequency. ഇനി v is the wave velocity. മറന്നു പോകരുത്. ഇത്രയും ഈ ടേം ഇത്രയും ക്ലിയർ അല്ലേ? ടൈം എന്ന് പറഞ്ഞാൽ ടൈം ടി. ഇത്ര ഓക്കെ അല്ലേ? ഈസി അല്ലേ? സോ ഞാൻ പറഞ്ഞ എന്താ, ഇതിന്റെ ഈ വേവിന്റെ ഈ വേവ് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്തായിരിക്കും? എ സൈൻ ഒമേഗ ടി ആയിരിക്കും. എ ആംപ്ലിറ്റ്യൂഡ് ആണ്, ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ആണ്, ടൈം ടി ആണ്, വൈ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി ഇത്രയും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഈ വേവ് ഇവിടുന്ന് ഞാനിപ്പോൾ ഈ ഓയിലെ കാര്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഈ ഓയിൽ നിന്നും ഈ പാർട്ടിക്കിൾ പി ട്രാവൽ ചെയ്ത് പാർട്ടിക്കിൾ പി ഇവിടെ എത്തിയെന്നായിരിക്കും. പാർട്ടിക്കിൾ പി ഇപ്പൊ ഇവിടെ എത്തി. വിച്ച് മീൻസ് ഒന്നുകൂടെ മോഷൻ മെൻഷൻ ചെയ്ത് തരാം. ടൈം 0 ആയിരുന്നപ്പോൾ, ടിയുടെ വാല്യൂ 0 ആയിരുന്നപ്പോൾ പാർട്ടിക്കിൾ പി എവിടെയായിരുന്നു? അറ്റ് ദ പോയിന്റ് ഓയിലായിരുന്നു. ഇനി അത് എന്ത് ചെയ്തു? ഒരു എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഇത്രയും ദൂരം എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് എവിടെ എത്തി? ഈ പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. ഇപ്പോൾ ടൈം ടി ആയി എന്ന് വിചാരിക്കും. ടൈം ടി ആയിരിക്കും. ഞാൻ ഇനി ഇവിടെ കുറെ നേരം കൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞല്ലോ. എന്ത് തരം ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും? സാധാരണ വേവ്സ് വർക്ക്ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ വേവ്സ് ഫോളോ ചെയ്യുന്ന രണ്ട് തരം ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഒന്നുകിൽ അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും, മുകളിലേക്കും താഴേക്കുമാണ് വേവ്സ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ ആയിരിക്കും, മുന്നോട്ടും പുറകിലോട്ടും ആയിരിക്കും. അങ്ങനെ രണ്ട് തരം ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത്. ഇവിടെ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. പോയിക്കൊണ്ടിരിക്കുന്നത്. വാട്ട് എവർ ദ ഡിസ്പ്ലേസ്മെന്റ്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് മനസ്സിലായി കാണുമല്ലോ. ഒന്നുകിൽ ടു ആൻഡ് ഫ്രോ അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ, ഏതെങ്കിലും ഒന്നായിരിക്കും. ഇത് അപ്പ് ആൻഡ് ഡൗൺ, ഇത് ടു ആൻഡ് ഫ്രോ. ഓക്കെ അല്ലേ? സോ ഞാൻ എഴുതുന്നു, ഒരു v എന്ന് പറയുന്ന വെലോസിറ്റിയിൽ v is the wave velocity. Then the disturbance produced at O will reach the point P. ഇവിടെ ചെറിയൊരു അബദ്ധം പറ്റിയത് വേറെ ഒന്നുമല്ല. ഞാൻ പാർട്ടിക്കിളിന്റെ പേരും പി എടുത്തു, ഈ പോയിന്റ് പിന്നെയും പി എടുത്തു. അതിന്റെ മാറിപ്പോയല്ലേ. പാർട്ടിക്കിളിന്റെ പേര് ഞാൻ നിങ്ങൾക്ക് തൽക്കാലം പി ഇഷ്ടമല്ലെങ്കിൽ എ എന്ന് എടുത്തോ. പാർട്ടിക്കിൾ എ ഓയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഓയിൽ കൊടുത്ത ഡിസ്റ്റർബൻസ് അതിങ്ങനെ ട്രാവൽ ഇവിടെ എത്തി പി എത്തി എന്ന് വിചാരിച്ചോ. ഓക്കെ അല്ലേ? സോ വിൽ റീച്ച് അറ്റ് ദ പോയിന്റ് പി. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? അറ്റ് എ ഡിസ്റ്റൻസ് x ആഫ്റ്റർ എ ടൈം. എത്ര ടൈം എടുത്തായിരിക്കും ഇവിടെ? ആഫ്റ്റർ എ ടൈം. ഇവിടെ ഈ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ട്രാവൽ ചെയ്ത് പി എന്ന് പറയുന്ന പോയിന്റിൽ റീച്ച് ചെയ്യാൻ വേണ്ടി എത്ര
വെലോസിറ്റി ട്രാവൽ ചെയ്തു, v എന്ന് പറയുന്ന വെലോസിറ്റി ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ p എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താൻ എത്ര സമയം എടുത്തായിരിക്കും? നിങ്ങൾക്കറിയാം, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് ഇക്വേഷൻ അല്ലേ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? സോ ടൈം ഇസ് ഈക്വൽ ടു, ഇവിടെ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? ഇവിടെ എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അല്ലേ? ട്രാവൽ ചെയ്തു. ഇവിടുത്തെ സ്പീഡ് എത്രയാ? v is the speed, so x by v. So after the time x by v seconds. അപ്പോൾ ഇവിടുത്തെ സമയം എത്ര എടുത്തു? x by v seconds എടുത്തു. ഇനി നമുക്ക് ഗ്രാഫിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഈ ഓയിലെ ഡിസ്പ്ലേസ്മെന്റ് നോക്കിയാലും ഈ പിയിലെ ഡിസ്പ്ലേസ്മെന്റ് നോക്കിയാലും നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? രണ്ടും സെയിമാ. കണ്ടോ? ഇപ്പൊ ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ ആ ഗ്രാഫിന്റെ ഒരു പോയിന്റിലാണ് രണ്ടും ഇരിക്കുന്നത്. നോക്ക്, ഈ ഓയിൽ നിന്ന് നേരെ ഞാൻ ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ അത് ഇവിടെ പോയി നിൽക്കും, ഈ പിയിൽ പോയി നിൽക്കും. വിച്ച് മീൻസ് ഓയിലെ ഡിസ്പ്ലേസ്മെന്റും പിയിലെ ഡിസ്പ്ലേസ്മെന്റും സെയിമാ. അതായത് ഇതിന്റെ ഓവറോൾ മോഷൻ നിങ്ങൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ അസ്യൂം അല്ല, ഇതിന്റെ ഓവറോൾ മോഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. സോ ഇറ്റ്സ് എ പീരിയോഡിക് ഫംഗ്ഷൻ. ഇത് എന്ത് ഫംഗ്ഷൻ ആണ്? ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതൊരു സിനുസോയിഡൽ കർവ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? ഈ O എന്ന് പറയുന്ന പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റും ഈ P എന്ന് പറയുന്ന പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റും ഈ സെയിം അല്ലേ? സോ ഒന്നുകൂടെ നമുക്ക് കൺഫേം ചെയ്യാം, ഇറ്റ് ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ. ചെയ്തൂടെ? ഉറപ്പായിട്ടും നമുക്കതിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ പീരിയോഡിക് ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? ഇനി ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ y എങ്ങനെ എഴുതിയത്? സിൻസ് ഇറ്റ് ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്. സോറി, നിങ്ങൾക്ക് വീണ്ടും ഒരു ആവർത്തന വിരസത ഉണ്ടായെങ്കിൽ ക്ഷമിക്കണം. സിൻസ് ഇറ്റ്സ് പീരിയോഡിക്, ഇവിടുത്തെ മോഷൻ പീരിയോഡിക് ആണ്. സിൻസ് ഇറ്റ് ഈസ് പീരിയോഡിക്, ഇവിടുത്തെ y എന്തായിരിക്കണം? ഡിസ്പ്ലേസ്മെന്റ് മസ്റ്റ് ബി എ ഫംഗ്ഷൻ ഓഫ്, അല്ലെങ്കിൽ ഷുഡ് ബി എ ഫംഗ്ഷൻ ഓഫ് സൈൻ അല്ലെങ്കിൽ കോസ്. അങ്ങനെയാണ് നമ്മൾ എന്താ എഴുതിയത്? y displacement here is equal to a sin omega t. a sin omega t. ക്ലിയർ അല്ലേ? സോറി, a sin omega t അങ്ങനെ എഴുതാം, തിരിച്ചെഴുതാം. a sin omega t. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ ടൈം ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടുത്തെ ഓവറോൾ ടൈം t തന്നെയാണോ? അല്ല. കാര്യം എന്തുകൊണ്ടാ? ഈ പാർട്ടിക്കിൾ ഒരു അറ്റ് എ ടൈം ഇൻസ്റ്റന്റ് ടൈം t ആണെന്ന് വിചാരിക്കാം. ഇനി ഈ p എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താൻ വേണ്ടി എത്ര സമയം എടുത്തു? x by v സെക്കൻഡ്സ് എടുത്തു അല്ലെ? x by സെക്കൻഡ്. സോ ഓവറോൾ ടൈം ഹിയർ വിൽ ബി t മൈനസ് എക്സ് വി ആയിരിക്കും. t മൈനസ് എക്സ് വി. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള ടൈം t ആണ്. ഇനി മാത്രമല്ല, എന്ത് പറഞ്ഞു? ഓയിൽ നിന്നും p യിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുത്തു? ഇവിടെ x by v സെക്കൻഡ്സ് എടുത്തു. സോ ഓവറോൾ ടൈം എത്ര ആയിരിക്കും? t മൈനസ് എക്സ് വി ആയിരിക്കും. t മൈനസ് എക്സ് വി. സോ ആ വാല്യൂ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് y is equal to a sin omega, what is t? t ക്ക് പകരം t മൈനസ് x by v. t മൈനസ് x by v. ഓക്കെ അല്ലേ? സോ ഓവറോൾ ടൈം എന്താ ഇവിടുത്തെ? t മൈനസ് x by v ആയിരിക്കും ഓവറോൾ ടൈം അല്ലേ? കാര്യം മനസ്സിലായോ? ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ അതിന്റെ ടൈം t സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ഇനി ഇവിടുത്തെ ഓവറോൾ ടൈം എത്ര നമുക്ക് കിട്ടി? നമുക്ക് ഇവിടെ x by v എന്ന് കിട്ടി. സോ ടൈം എത്ര എന്ന് പറയാം? t മൈനസ് x by v എന്ന് പറഞ്ഞോട്ടെ നമുക്ക് ഓവറോൾ ടൈം. t മൈനസ് x by v. ഇനി ഇതാണ്, ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ simple harmonic wave traveling with a velocity v along the positive
direction of x-axis. Direction of x-axis. ഇതിന് നെഗറ്റീവ് ആയിരുന്നെങ്കിലോ? ചോദിക്കട്ടെ, ഇവിടുത്തെ നെഗറ്റീവ് x-axis ആയിരുന്നെങ്കിലോ? ഞാൻ ഇവിടെ സൈഡിൽ എഴുതുവാണേ, എന്നിട്ട് ഞാൻ റബ്ബ് ചെയ്യും. ഈ കേസ് ഇവിടെ നെഗറ്റീവ് ആയിരുന്നെങ്കിലോ, എങ്കിൽ ഇവിടുത്തെ x എന്തായിരിക്കണം? നെഗറ്റീവ് x ആവും അല്ലേ? അല്ലേ, ഡിസ്റ്റൻസ് താഴെ നോക്കത്തുള്ളൂ, നെഗറ്റീവാ. സോ എങ്ങനെയാവും? ഇക്വേഷൻ എങ്ങനെ മാറും? a sin ഒമേഗ ടി മൈനസ് ഓഫ് മൈനസ് എക്സ് ബൈ വി എന്നായനെ. കാരണം അവിടുത്തെ എക്സ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇതെന്താ പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? a sin ഒമേഗ ടി പ്ലസ് എക്സ് ബൈ വി എന്നാവും. അതാണ് നെഗറ്റീവ് എക്സ് ആക്സിസിലുള്ളെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ. ഇഷ്ടമുള്ള എടുക്കാം, ഞാൻ ഇവിടെ എടുത്തത് പോസിറ്റീവ് എടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? പക്കയല്ലേ? ബാക്കി വർക്കൗട്ട് ചെയ്യാം. The time period here, the time period t is the time period where omega equation omega equal to 2 pi by t ആണ്. മറന്നു പോയത്, omega equal to 2 pi by t. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ എഴുതിയ ഇക്വേഷൻ ചേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? y is equal to a sin ഒമേഗ ടി മൈനസ് എക്സ് ബൈ വി ആയിരുന്നു അല്ലേ? അതിനെങ്ങനെ എഴുതാം? y is equal to a sin ഒമേഗയ്ക്ക് പകരം എന്ത് എഴുതാം? 2 pi by t എഴുതാം. 2 pi by t മൈനസ് എക്സ് ബൈ വി അല്ലേ? ഇത് എക്സ് ആണേ, n അല്ല. ടി മൈനസ് എക്സ് ബൈ വി. ഇനി ഞാൻ ഈ 1 by ടിയെ അകത്തേക്ക് കൊണ്ടുപോവാണേ. അപ്പോൾ എന്ത് കിട്ടും? y is equal to a sin 2 pi മാത്രം ഔട്ട്സൈഡ് കാണും. ഈ ക്യാപിറ്റൽ 1 by ടി അകത്തേക്ക് പോവാണ്. ദാറ്റ് ഈസ് ടി ബൈ ടി എന്നായിട്ട് മാറും, മൈനസ് എക്സ് ബൈ വി ടി എന്നാവും. ആവത്തില്ലേ? ഞാൻ ഒരു റിലേഷൻ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും. വാട്ട് ഈസ് ഫ്രീക്വൻസി? ന്യൂ ഇസ് ഈക്വൽ ടു വാട്ട്? വി ബൈ ലാംഡ അല്ലേ? വി ബൈ ലാംഡ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാം ന്യൂ ഇസ് ഈക്വൽ ടു 1 by ടി. ഫ്രീക്വൻസിയുടെ രണ്ട് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് ഞാൻ. ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ വേവ് ലെങ്ത് എന്നും പറയാം, ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 1 by ടൈം പീരീഡ് എന്ന് പറയാം. രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം അല്ലേ? സോ വി ക്യാൻ ഇക്വേറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്സ് അല്ലേ? ഈ രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യാം. രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. സോ വി ക്യാൻ ഇക്വേറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. That is v by lambda is equal to 1 by t അല്ലേ? അതിൽ നിന്നും നമുക്ക് വി ടി ഈക്വൽ ടു എത്ര കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ v ഇൻറ്റു ടി വെലോസിറ്റി ഇൻറ്റു ടൈം പീരീഡ് ഈക്വൽ ടു എന്ന് കിട്ടും? 1 ഇൻറ്റു ലാംഡ എന്ന് കിട്ടും. കിട്ടത്തില്ലേ? അതായത് ഇവിടെ ഉള്ള വി ടിക്ക് പകരം എനിക്ക് എത്ര കൊടുക്കാം? ഇവിടുത്തെ വി ടിക്ക് പകരം എനിക്ക് ലാംഡ കൊടുക്കാം. ദാറ്റ് ഈസ് y is equal to a sin 2 pi small t by capital T small t by capital T minus x by lambda. ഇത്ര ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇപ്പം എന്ത് കിട്ടി? y is equal to a sin 2 pi into small t by capital T minus x by lambda എന്ന് കിട്ടി. ഇനി ഞാൻ ഇവിടുന്ന് ഈ ലാംഡയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്, വിച്ച് മീൻസ് എല്ലായിടത്തും ഞാൻ ഒരു ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? y is equal to a sin ലാംഡയും കൊണ്ടുവന്നേ, അപ്പോൾ 2 pi by lambda എന്നാവും. 2 pi by lambda എന്നാവും. ഞാൻ നേരെ എഴുതാം. 2 pi by lambda എന്നിട്ട് പറയുന്നു ഞാൻ ഈ 1 by lambda ഇങ്ങ് കൊണ്ടുവന്നു. അതായത് 1 by lambdയെ പുറത്ത് കൊണ്ടുവന്നാൽ ഞാൻ അകത്ത് എന്ത് ചെയ്യണം? എല്ലായിടത്തും ഒരു ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ മുകളിൽ എന്ത് വരും? ലാംഡ സ്മോൾ ടി ബൈ ക്യാപിറ്റൽ ടി എന്നാവും, മൈനസ് ഇവിടെ എന്ത് വരും? എക്സ് എന്ന് മാത്രം വരും. എക്സ് ലാംഡ ബൈ ലാംഡ എന്നാവും അല്ലേ? ഈ 1 by lambda ഞാൻ പുറത്തു കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം?
ഞാൻ അകത്തെല്ലാം ഒരു ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും പക്കയല്ലേ? ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? 1/λ ഞാൻ പുറത്ത് കൊണ്ടുവന്നു. സോ എന്ത് കിട്ടും? y ഈസ് ഈക്വൽ ടു a sin 2π/λ into what is lambda t? lambda t എന്തോന്നാ? lambda into t equal to എന്തായിരിക്കും? it will be, ഞാൻ ലാംഡയെയും ടീനെയും മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? സോറി, മൾട്ടിപ്ലൈ അല്ല, പറഞ്ഞാൽ മാറിപ്പോയി. ഇവിടെ ഈ ലാംഡ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാനത് കളർ മാറ്റി എഴുതാം. കളർ മാറ്റിയത് മനസ്സിലാവും നിങ്ങൾക്ക്. ഇവിടെ ഈ ലാംഡ ഒരു ബൈ ടി ഉണ്ട് അല്ലേ? ലാംഡ ബൈ ക്യാപിറ്റൽ ടി ഉണ്ട്. വാട്ട് ഈസ് ലാംഡ ബൈ ക്യാപിറ്റൽ ടി? ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ലാംഡ ബൈ ക്യാപിറ്റൽ ടി എന്തായിരിക്കും? അത് വി ആയിരിക്കും. ഇവിടെ നിങ്ങൾ ഈ ടി ഇപ്പോൾ തൊണ്ട് നോക്ക്. അപ്പോൾ എന്ത് കിട്ടും? ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇങ്ങനെ കിട്ടും നമുക്ക്. വി ഈസ് ഈക്വൽ ടു, ഇവിടെ ലാംഡ ഉണ്ടായിരുന്നല്ലോ, ഈ ഇൻറ്റു ടൈം പീരീഡ് താഴത്തേക്ക് വരുമ്പോൾ ഡിവൈഡ് ബൈ ആവും അല്ലേ? ദറ്റ് ഈസ് വി എന്നാവും. സോ വി ക്യാൻ റൈറ്റ് ഇവിടുത്തെ ഈ ലാംഡ ബൈ ക്യാപിറ്റൽ ടിക്ക് വരെ എനിക്ക് എന്ത് എഴുതാം? വി എഴുതാം. ദാറ്റ് ഈസ് ഇവിടെ വി ടി എന്നാവും. വി ടി എന്നാവും. ബാക്കി അകത്ത് എന്ത് വരും? മൈനസ് ഈ ലാംഡ ക്യാൻസൽ ആയി പോവും, എക്സ് എന്ന് വരും അല്ലേ? വി ടി മൈനസ് എക്സ് എന്ന് വരും. ക്ലിയർ അല്ലേ? ഇതാണ് ദ ജനറൽ ഇക്വേഷൻ ഓഫ്, it is the general equation of plane progressive wave. കഴിഞ്ഞില്ല, നമുക്ക് ഇനിയും കുറച്ചങ്ങോട്ട് വർക്കൗട്ട് ചെയ്യണം. ഇനി ഞാൻ നോക്കട്ടെ, ഞാൻ ഇവിടെ ഇനി എനിക്ക് എന്തെങ്കിലും മാറ്റം ഇവിടെ വരുത്താൻ പറ്റും നോക്കട്ടെ. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു a സൈൻ, ഞാൻ ഈ 2π/λ കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ആണെന്ന് വിചാരിക്കും. സോ എനിക്ക് എന്ത് കിട്ടും? 2π/λ ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ 2π/VT/λ എന്ന് കിട്ടുമോ? കിട്ടത്തില്ലേ? കിട്ടും. 2π/λ ഇൻറ്റു അത് ഈ ടൈമിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും എനിക്ക്? 2π ഇൻറ്റു VT/λ എന്ന് കിട്ടും. മൈനസ് ഇനി ഇതുപോലെ ഈ 2π/λ കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യണം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 2πx/λ എന്നാവും. ആണോ അല്ലേ? യെസ്, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം. y ഈസ് ഈക്വൽ ടു a സൈൻ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കാം. a സൈൻ വാട്ട് ഈസ് v/λ? v/λയുടെ വാല്യൂ ഫ്രീക്വൻസി ആണ്, ന്യൂവിന് ഈക്വൽ ആണ്, ന്യൂവിന് അല്ലേ? സോ നമുക്ക് എന്താ എഴുതാം? 2π, ഇവിടെ ഈ v/λയ്ക്ക് പകരം ന്യൂ ഫ്രീക്വൻസി എഴുതാം, ന്യൂ ഇൻറ്റു ടി. 2π ന്യൂ ഇൻറ്റു ടി മൈനസ് ഇനി ഇവിടെ ഉള്ള ഈ 2π/λ പറയുന്ന പേരാണ് 2π/λ. ഈ 2π/λ ഒരു പേര് പറയും, ഇറ്റ് ഈസ് കോൾഡ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ k. അപ്പോൾ ഇവിടെ 2π/λയ്ക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം? പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് k കൊടുക്കാം. ദാറ്റ് ഈസ് k ഇൻറ്റു ഇവിടെ എക്സ് ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് kx എന്ന് കിട്ടും. ഇപ്പൊ എന്ത് കിട്ടി? 2π ന്യൂ ടി മൈനസ് kx എന്ന് കിട്ടി. വാട്ട് ഈസ് 2π ന്യൂ? വാട്ട് ഈസ് 2π ന്യൂ? 2π ന്യൂ എന്ന് പറഞ്ഞാൽ ഒമേഗയാ. ദാറ്റ് ഈസ് സിൻസ് വി നോ 2π ന്യൂ ഈസ് ഈക്വൽ ടു ഒമേഗ, സോ വി ക്യാൻ റൈറ്റ് y ഈസ് ഈക്വൽ ടു a സൈൻ, ഈ 2π ന്യൂവിന് എന്ത് കൊടുത്തു? ഒമേഗ കൊടുത്തു, ഒമേഗ ടി മൈനസ് kx എന്ന് കിട്ടി അല്ലേ? ആൻഡ് നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? സോറി, അതൊന്ന് റബ്ബ് ചെയ്ത് പറയാം. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? ഈ സൈഡ് ഞാൻ ഇത്രയും നിങ്ങൾ എഴുതി കഴിഞ്ഞില്ല എങ്കിൽ ഒന്ന് പൗസ് ചെയ്തിട്ട് എഴുതൂ. ഞാൻ റബ്ബ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ജസ്റ്റ് പൗസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇത്രയും പഠിച്ചിട്ട് ബൈ കണ്ടാൽ മതി. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇവിടെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ രണ്ട് പാർട്ടിക്കിൾസ്ക്കിടയിൽ എന്ത് വേണം? ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? സോ വി ഹാവ് ടു മെൻഷൻ എ ഫേസ് കോൺസ്റ്റന്റ് ഓൾസോ. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതും. ദാറ്റ് ഇസ് ജനറൽ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ഇസ് ഈക്വൽ ടു a സൈൻ ഒമേഗ ടി മൈനസ് kx പ്ലസ് phi, where phi is the phase constant. ഫേസ് കോൺസ്റ്റന്റ്. ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലേ? ഇനി ഇവിടുത്തെ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ വിനെ വേണമെങ്കിൽ ഈ പ്ലെയിൻ പ്രോഗ്രസീവ് വേവിന്റെ അല്ലെങ്കിൽ പ്ലെയിൻ പ്രോഗ്രസീവ് വേവിൽ ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി വി കാണണമെങ്കിൽ ഇക്വേഷൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. കേട്ടോ? അത് മറന്നു പോകരുത്. where we can find velocity of the particle of a plane progressive wave will be omega by k, where k is called propagation constant and value of k is 2 pi by lambda. മറക്കരുത് 2 pi by lambda. ഇനി ഒമേഗയുടെ വാല്യൂ 2 pi ന്യൂ ആണ്. ഇതൊക്കെ ഞാൻ ഇവിടെ വാല്യൂ മാറ്റി എഴുതിയിട്ടുണ്ട്. സോ ഇത്രയുമാണ് പ്ലെയിൻ പ്രോഗ്രസീവ് വേവിനെ പറ്റി പറയേണ്ടത്. ഇവിടെ എത്തുമ്പോൾ ആക്ച്വലി ജനറൽ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് കഴിഞ്ഞു. എന്നാലും ഇതും കൂടെ മെൻഷൻ ചെയ്യണം, അപ്പോഴേ എന്ത് ചെയ്തുള്ളൂ, ഇത് പൂർണ്ണമാവത്തുള്ളൂ, കംപ്ലീറ്റ് ആവത്തുള്ളൂ. സോ എത്ര നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് HP സയൻസ് ക്ലാസ്സസ്. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് HP സയൻസ് ക്ലാസ്സസ്.